ഇതെന്റെ ക്രഷ്, ദിസ് ഇസ് മൈ ലവ്, മൈ എവറിത്തിങ്. ഞാൻ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി. അതെ അതെ, യെസ്. ലൈക്ക് രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ അടുത്തുനിന്നും അനുഗ്രഹം എല്ലാം കിട്ടട്ടെ, അങ്ങനെ ആശംസിക്കുന്നു. ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ. ഓ, അടിപൊളിയായിട്ട്. നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ കുറച്ച് പ്ലാനുകൾ അടുത്ത വർഷത്തേക്ക്. ഇതെന്റെ ഫിയാൻസെ, ഇതെന്റെ ക്രഷ്, ദിസ് ഇസ് മൈ ലവ്, മൈ എവറിത്തിങ്. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പല സ്ഥലത്തും പല ഒക്കേഷനിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെന്നെ എല്ലാം 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 കോഴിക്കോട് വെച്ചിട്ടാണ് കണ്ടത്. ലൈക്ക് റോഡിൽ നിന്ന് റാൻഡംലി കണ്ടതായിരുന്നു. മെസ്സേജ് ആണ് പബ്ലിക്. ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്. ഞാൻ ടീനേജർ ആയ സമയത്ത്. ഇപ്പൊ ഞാൻ ടീനേജർ അല്ലല്ലോ, ഐ ആം ടേണിംഗ് ടു 26. എനിക്ക് ബിസിനസ് ഉണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിംഗ് ഉണ്ട്. കോഴിക്കോടാണ് ഓഫീസ്. പുറത്തേക്ക് യൂറോപ്പിലേക്കൊക്കെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇവന്റെ വൈഫ് ആവണം. എന്നെ കല്യാണം കഴിക്കാം. എന്റെ മെയിൻ ഫോക്കസ് അതാണ്. ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ അതേ പറഞ്ഞ, എനിക്ക് അതേ ഉള്ളൂ, വേറെ ഗോൾ പറയാനൊന്നുമില്ല. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഗ്രാബ് ചെയ്യും. ലൈക്ക് ബിഗ് ബോസ് ഗ്രാബ് ചെയ്ത പോലെ തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഗ്രാബ് ചെയ്തു. അതുപോലെ ഇനിയിപ്പം എന്തെങ്കിലും നല്ല നല്ല ഓഫേഴ്സ് വരാണെങ്കിൽ എന്തായാലും ഗ്രാബ് ചെയ്യും. അല്ലാതെ എന്റെ ലക്ഷ്യം എന്താ വെച്ചാല് ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഹിസ് വൈഫ്. വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിക്ക് പുറത്ത് റിവീൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് 2-3 എൻക്വയറീസ് ആക്ച്വലി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോ തന്നെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ പോകുന്നതിന് മുമ്പും പോയതിന് ശേഷം അങ്ങനെ തന്നെയാണ്. കാരണം ഓഡിയൻസിലേക്ക് ഒരു നല്ലൊരു കണക്ഷൻ എനിക്ക് ഉണ്ടാക്കി തന്നെ, വലിയൊരു ലാർജ് ഓഡിയൻസിലേക്ക്. പിന്നെ ഞാൻ എന്താണോ അവിടെ ചെയ്തത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെ നിന്നോ ആ രീതിയിൽ തന്നെ ആളുകൾക്ക് എന്നെ അറിയാം. ഇപ്പൊ ഞാൻ സംടൈം ഇമോഷണൽ ആണെന്നും സംടൈം ഞാൻ ഹാപ്പി ആണെന്നും ആ രീതിയിൽ എല്ലാവർക്കും അറിയുന്നോണ്ട് തന്നെ അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എന്ന വ്യക്തിനെ എന്താ പറയാ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചൊരു പ്ലാറ്റ്ഫോമാണ്. എന്നും കടപ്പാടും നന്ദിയും. ഞാൻ കാണാറില്ലായിരുന്നു. ആക്ച്വലി ഇവിടെ തള്ളി വിട്ടതായതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.